നമസ്കാരം. ചലഞ്ചർ ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ പേശി വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ LP-UP സിലബസിലെ പേശി വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇല്ല. എന്നിരുന്നാലും നമുക്ക് SCERT-യിൽ നമുക്ക് പേശി വ്യവസ്ഥയും അതുപോലെ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അസ്ഥി വ്യവസ്ഥയും അതുപോലെ തന്നെ പേശി വ്യവസ്ഥയും ഒക്കെ തന്നെ നമുക്ക് SCERT-യിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഇതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ പേശികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് പേശികൾ എന്ന് പറയുന്നത്? മസിൽസ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ അസ്ഥികളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അസ്ഥികൾ ചലനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പേശികളും എന്ത് ചെയ്യുന്നു? ചലനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ. അപ്പൊ നമ്മുടെ ചലിക്കാൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ മസിൽസും അതുപോലെ തന്നെ അസ്ഥികളും അല്ലെ, ബോൺസും മസിൽസും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ശരീര ചലനം സാധ്യമാകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ പേശികളാണ് കേട്ടോ. പേശികളാണ് നമ്മുടെ ശരീര ചലനം സാധ്യമാകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മസിൽസ് പേശികളെ കുറിച്ചുള്ള പഠനത്തിനെ സ്റ്റഡീനെ അറിയപ്പെടുന്നത് മയോളജിയാണ് കേട്ടോ. അപ്പൊ മയോ എന്ന് പറയുന്ന ഒരു ടേം ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പേശി മസിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മയോളജി അല്ലെങ്കിൽ മയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മയോളജി എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ മയോളജി എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ആകെ പേശികൾ എത്രയാണ്? 639 പേശികളാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉള്ളത്. ബോൺസ് എത്രയാണുള്ളത്? 206 ആണ് അല്ലെ. നമ്മുടെ ബോൺസ് ആണെങ്കിൽ 206, എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള പേശികളുടെ എണ്ണം എത്രയാണ്? 639 ആണ് കേട്ടോ. ശിശുവിന്റെ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശിയാണ് കഴുത്തിലെ പേശി. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യം എന്താണ് ഡെവലപ്പ് ചെയ്യുന്ന പേശി, വികാസം പ്രാപിക്കുന്ന ഏത് പേശിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കഴുത്തിലെ പേശിയാണ്. ഓക്കെ, ഇനി കയ്യിലെ പ്രധാനപ്പെട്ട പേശികൾ ഏതൊക്കെയാണ്? ബൈസെപ്സും ട്രൈസെപ്സും ആണ്. ഓക്കെ, അപ്പം ഈ ജിമ്മിലും വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ കൂടുതൽ അറിയാൻ പറ്റില്ലേ. ഇപ്പൊ എന്താണ്? ബൈസെപ്സും ട്രൈസെപ്സും ഒക്കെ എന്താണ്? കയ്യിലെ പ്രധാന പേശികളാണ് കേട്ടോ, മസിൽസ് ആണ്. അടുത്തത് പേശികളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? പേശി കോശമാണ് അല്ലെങ്കിൽ പേശി തന്തുവാണ് കേട്ടോ. അപ്പൊ നമ്മള് പേശികളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പേശി കോശമാണ്, മസിൽ സെൽസ് ആണ്. അതിനെ നമ്മൾ പേശി തന്തുക്കൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ അല്ലെങ്കിൽ എന്താണ് നാഡീകോശം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേശികളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പേശി കോശമാണ് അല്ലെങ്കിൽ എന്താണ്? പേശി തന്തുക്കളാണ് കേട്ടോ. പേശി തന്തുക്കൾ, മസിൽ ഫിലമെന്റ്സ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവയെ നമ്മൾ എന്താണ്? അവയുടെ കൂട്ടങ്ങൾ, ഈ മസിൽ ഫിലമെന്റ്സിന്റെ കൂട്ടങ്ങൾ, ഗ്രൂപ്പിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഫാസിക്കിളുകൾ അല്ലെങ്കിൽ ഫാസിക്കിൾസ്. ഓക്കെ, അപ്പോ നമ്മുടെ പേശി തന്തുക്കളുടെ കൂട്ടത്തെ നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നു? ഫാസിക്കിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. പേശി തന്തുക്കൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മാംസ്യ നാരുകളാണ് മയോഫിലമെന്റുകൾ. ഓക്കെ, മയോഫിലമെന്റുകളാണ്. അപ്പം നമ്മുടെ പേശി തന്തുക്കൾ നിർമ്മിച്ചിട്ടുള്ള നമ്മുടെ മാംസ്യ നാരുകളാണ്, പ്രോട്ടീൻ ഫിലമെന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത് മയോ ഫിലമെന്റുകൾ. അപ്പൊ കുറെ ടേംസ് പറഞ്ഞു. ഏതൊക്കെയാണ്? നമ്മളെ പേശികളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പേശി കോശം അല്ലെങ്കിൽ പേശി തന്തുക്കളാണ്. ഈ പേശി തന്തുക്കളുടെ കൂട്ടത്തെയാണ് നമ്മൾ ഫാസിക്കിളുകൾ എന്ന് പറയുന്നത്. ഈ പേശി തന്തുക്കൾ നിർമ്മിച്ചിരിക്കുന്ന മാംസ്യ നാരുകൾ, പ്രോട്ടീൻ ഫിലമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? മയോ ഫിലമെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മസിൽസിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളുണ്ട്. ഓക്കെ, പ്രധാനമായും മസിൽസിൽ കാണപ്പെടുന്ന 2 പ്രോട്ടീനുകളാണ് ആക്ടിനും മയോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ആക്ടിനും മയോസിൻ. ഈ 2 പ്രോട്ടീൻസ് ആണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ ആക്ടിൻ, മയോസിൻ എന്ന് പറയുന്ന 2 പ്രോട്ടീൻസ് നമ്മുടെ മസിൽസ് കോൺട്രാക്ഷന് വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന 2 പ്രോട്ടീൻസ് ആണ്. ഓക്കെ, രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികൾ കാണപ്പെടുന്ന ഒരു വർണ്ണകം, പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഹീമോഗ്ലോബിൻ നമുക്കറിയാം എവിടെയാണുള്ളത്? നമ്മുടെ റെഡ് കളർ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ് അല്ലെ, അയൺ കണ്ടെയ്ൻഡ് ഒരു പിഗ്മെന്റ് ആണ് നമ്മുടെ ഹീമോഗ്ലോബിൻ. നമ്മുടെ രക്തത്തിന് ചുമന്ന നിറം കൊടുക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ പേശികളിൽ, മസിൽസിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് മയോഗ്ലോബിൻ. ഓക്കെ, മയോഗ്ലോബിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ് ഏതിന് ഉള്ളത്? നമ്മുടെ പേശികളിൽ കാണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയറുകൾ, സാർക്കോമിയേഴ്സ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സാർക്കോമിയേഴ്സിലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും ഈ സാർക്കോമിയറുകളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ
മസിൽസിന്റെ എന്താണ് അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ എന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? സാർക്കോമിയറുകൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഈ സാർക്കോമിയറിലൊക്കെ എന്തുണ്ട്? നമ്മുടെ ആക്ടിനും മയോസിൻ പോലുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ എന്താണ് മസിൽസിന്റെ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ SCERT നമുക്ക് ഇത്ര കുറച്ച് വലിയ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് SCERT ആവശ്യമില്ല. ഡിഗ്രി ലെവലും അങ്ങനെയുള്ള എക്സാംസിനൊക്കെ ആണെങ്കിലേ നമുക്ക് ഉള്ളൂ. ഇതിപ്പോ നമുക്ക് ഇത്ര ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, പേശി പ്രവർത്തനത്തിന് ആവശ്യമായ അയോണുകൾ ഏതൊക്കെയാണ്? കാൽഷ്യം, മെഗ്നീഷ്യം അയോണുകളാണ് കേട്ടോ. കാൽഷ്യവും മെഗ്നീഷ്യം അയോണുകളാണ് നമ്മുടെ പേശിയുടെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള അയോണുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്തിഷ്ക ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മസ്തിഷ്കം പഠിച്ചപ്പോൾ കുറേ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അതില് നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ്, പേശി പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഏത് മസ്തിഷ്ക ഭാഗമാണെന്ന് പഠിച്ചു. ഏതായിരുന്നു? സെറിബെല്ലമാണ്. ഓക്കെ, അപ്പൊ മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഭാഗമാണ് സെറിബെല്ലം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ബാലൻസിങ്ങും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബെല്ലം ആയിരുന്നു അല്ലെ. അതുപോലെ പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൈമോഗ്രാഫ്. ഓക്കെ, കൈമോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണമാണ് നമ്മുടെ പേശി സങ്കോചം രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. അങ്ങനെയാണെങ്കിൽ പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റീറോയിഡുകളാണ് കേട്ടോ. അപ്പോൾ ഈ സ്പോർട്സ് ആൾക്കാരൊക്കെ എന്താണ് ഒരുപാട് സ്റ്റീറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എന്താണ് പേശി കോശങ്ങളിൽ ഊർജം, അവരുടെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെന്ന് പറയുന്നത് സ്റ്റീറോയിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റീറോയിഡുകൾ രക്ഷകനും ശിക്ഷകനും എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. സ്റ്റീറോയിഡുകൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ ചില രോഗങ്ങൾക്ക് ഔഷധമായി നൽകാറുണ്ട്. അപ്പൊ സ്റ്റീറോയിഡുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മരുന്നാണ്. നമുക്ക് ഊർജത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചില രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? മരുന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഔഷധം ഉപയോഗിക്കുന്നത് ആരോഗ്യ പരിരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ ചില കായിക താരങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ എന്താണ് ഒരുപാട് ചെയ്യുന്ന സ്പോർട്സ്മാൻ ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റീറോയിഡുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു സ്റ്റീറോയിഡുകൾ എന്താണ്? ഒരുപാട് പേശിയിൽ ഒരുപാട് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഈ സ്റ്റീറോയിഡുകൾ എന്ത് ചെയ്യുന്നു? അവർ ദുരുപയോഗം ചെയ്യുന്നു. എങ്ങനെയാണെന്ന് അറിയാവോ? സ്റ്റീറോയിഡുകൾ നമ്മൾ എന്താണ് ഈ എന്തെങ്കിലും ഒരു അത്ലറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റിലൊക്കെ പങ്കെടുക്കുന്നതിന് മുന്നേ സ്റ്റീറോയിഡ്സ് ഒക്കെ എന്താണ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റീറോയിഡ് പേശി കോശങ്ങളിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് അപ്പൊ അത് കറക്റ്റ്, അത് നേരെയുള്ള രീതിയാണോ? അല്ല. അപ്പം എന്താണ് ഇത്തരത്തിലുള്ളത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നിരോധിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ എന്നാൽ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി അവ വിവേകരഹിതമായി ഉപയോഗിക്കുമ്പോൾ പിൽക്കാലത്ത് സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പം നമ്മളിത് ഭയങ്കരമായിട്ട് ആ ഒരു ഇതിനു വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു സ്റ്റീറോയിഡുകൾ കാരണം ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, എന്താണ് ബ്ലഡ് പ്രഷർ അല്ലെ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാറുണ്ട്. പിന്നെ ഹൃദയ സംബന്ധമായ തകരാറുകളുണ്ട്, ലൈംഗിക ഹോർമോൺ അസന്തുലിതാവസ്ഥ, അപ്പം എന്താണ് നമ്മുടെ സെക്സ് ഹോർമോൺസ് ഒക്കെ എന്താണ് അതൊക്കെ എന്താണ് ഇക്വിലിബ്രിയം ഒക്കെ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പ്രത്യാഘാതങ്ങളും നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റീറോയിഡുകൾ യൂസ് ചെയ്യുന്നത് വഴി ഉണ്ടാവാറുണ്ട്. അപ്പം ഇത് ഒരേ സമയം തന്നോടും സമൂഹത്തോടും ചെയ്യുന്ന കടുത്ത കുറ്റകരവുമാണ്. അപ്പൊ ഈ ഒരു സ്റ്റീറോയിഡുകളൊക്കെ ഇപ്പം നമ്മൾ ഈ സ്പോർട്സിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റീറോയിഡുകളൊക്കെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് എന്താണ് കുറ്റകരമാണ്. ഓക്കെ, അപ്പം ഇത് യൂസ് ചെയ്തിട്ട് അവർ ജയിച്ച് പിന്നെ അതെന്തെങ്കിലും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്കത് കുറ്റകരമായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കാം. ഇനി നമ്മൾ പലതരം പേശികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 639 പേശികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിൽ തന്നെ പല തരത്തിലുള്ള പേശികളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പലതരത്തിലുള്ള പേശികൾ? ഏതൊക്കെയാണ്? ഒന്ന് അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പേശികൾ? അസ്ഥിപേശി, ഹൃദയപേശി, മിനുസപേശി. അപ്പൊ എന്തൊക്കെയാണ് ഇതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് അസ്ഥിപേശിയാണ്. ഓക്കെ, അസ്ഥിപേശി ഇംഗ്ലീഷിൽ നമ്മൾ സ്കെലിറ്റൽ മസിൽസ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഓക്കെ, സ്കെലിറ്റൽ മസിൽസ്. അപ്പൊ എന്തുകൊണ്ടാണ്? പേരിൽ തന്നെ ഉണ്ട് അസ്ഥിപേശി. അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്ന പേശികളായിരിക്കും ഏതെന്ന് പറയുന്നത് നമ്മുടെ അസ്ഥിപേശി എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സ്കെലിറ്റനുമായിട്ട് നമ്മുടെ ബോണുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന പേശികളായതുകൊണ്ടാണ് അവ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അസ്ഥിപേശി എന്ന് അറിയപ്പെടുന്നത്. സ്കെലിറ്റൽ മസിൽസ്. ഓക്കെ, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങൾ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് അവരുടെ ഷേപ്പ്. കണ്ട, സിലിണ്ടർ ആകൃതിയിലുള്ള ഷേപ്പുകളാണല്ലോ. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്
കുറുകെ വരകൾ കാണുന്നു. ഈ കോശങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ ഇതുപോലെ ഇങ്ങനെ കുറുകെ എന്ത് കാണുന്നുണ്ട്, വരകൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുറുകെ വരകൾ കാണുന്നത് കൊണ്ട് ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. എന്താണ്? രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അസ്ഥിപേശിനെ രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത്? ഇംഗ്ലീഷിൽ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയും കേട്ടോ. സ്ട്രയേറ്റഡ്. ഓക്കെ, സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സ്കെൽറ്റൽ മസിൽസിനെ സ്ട്രയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ രേഖാങ്കിത പേശി എന്ന് പറയാൻ കാരണം? എന്താണ്? ആ പേശികളിൽ എന്തുണ്ട്? കുറുകെ വരകൾ കാണുന്നുണ്ട്. കുറുകെ വരകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ അസ്ഥിപേശികളെ രേഖാങ്കിത പേശികൾ എന്ന് പറയുന്നത്. ഇനി ഇവ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു. വോളണ്ടറി മൂവ്മെന്റ്സ് സാധ്യമാകുന്നത് ഏത് പേശികളാണ്? നമ്മുടെ അസ്ഥിപേശികളാണ്. ഓക്കെ, അപ്പൊ വോളണ്ടറി മൂവ്മെന്റ്സ് സാധ്യമാകുന്ന പേശികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ അസ്ഥിപേശിയാണ്. അപ്പൊ നമ്മുടെ അസ്ഥിയുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന പേശിയാണെന്ന് പറഞ്ഞു. കുറുകെ വരകൾ കാണപ്പെടുന്നു, അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് അറിയപ്പെടുന്നു? രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നു. സ്ട്രയേറ്റഡ് മസിൽസ് എന്നറിയപ്പെടുന്നു. സിലിണ്ടർ ആകൃതിയാണ് ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വോളണ്ടറി മൂവ്മെന്റ്സ്, ഐച്ഛിക ചലനങ്ങളാണ് സാധ്യമാകുന്നത്. ഓക്കെ, അടുത്തത് രണ്ടാമത്തതാണ് മിനുസ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മിനുസ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ്. ഓക്കെ, ഇത് എവിടെയൊക്കെയാണ് കാണുന്നത്? നമ്മുടെ ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു. അപ്പൊ നമ്മുടെ അകത്തുള്ള ഇന്റേണൽ ഓർഗൻസിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ മിനുസ പേശിയാണ് കേട്ടോ. അപ്പൊ ഇന്റേണൽ ഓർഗൻസിൽ കാണപ്പെടുന്ന പേശി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ മിനുസ പേശിയാണ്. നമ്മുടെ ഹോളോ ഓർഗൻസിലാണ് കാണുന്നത്. ഹോളോ ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ട്യൂബ് പോലെയൊക്കെ കാണപ്പെടുന്ന നമ്മുടെ ആമാശയം, അതുപോലെ തന്നെ ചെറുകുടൽ, ഇങ്ങനെയുള്ള അതുപോലെ രക്തക്കുഴലുകൾ, ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് നമ്മുടെ ഏത് കാണപ്പെടുന്നത്? നമ്മുടെ മിനുസ പേശി അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്നത്. വളരെ വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിൽ കാണപ്പെടുന്നതാണ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ വിസറൽ മസിൽസ് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വിസറൽ മസിൽസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. വിസറൽ മസിൽസ് എന്നറിയപ്പെടുന്നതും നമ്മുടെ സ്മൂത്ത് മസിൽസ് എന്നറിയപ്പെടുന്നതും ഒക്കെ എന്താണ്? മിനുസ പേശിയാണ്. ഇവിടെ മറ്റൊരു പേരാണ് രേഖശൂന്യ പേശി. നമ്മൾ നേരത്തെ അസ്ഥിപേശി പറഞ്ഞപ്പോ അവിടെ നെടുകയും കുറുകയൊക്കെ ഒരുപാട് വരകൾ നമ്മൾ കണ്ടു. പക്ഷെ ഈ ഒരു പേശി എങ്ങനെയാണ്? അതാ നോക്കിക്കേ, ഇങ്ങനെയാണ് ഇവരുടെ ഒരു സ്ട്രക്ചർ. പക്ഷെ ഇതിൽ എന്തില്ല? അവിടെ ഒരു ന്യൂക്ലിയസ് ഒക്കെ നമുക്ക് കാണാം. പക്ഷെ എന്താണ്? വരകൾ ഇങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല, വരകളില്ല. അതുകൊണ്ട് തന്നെ രേഖകളില്ല, രേഖശൂന്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ അറിയപ്പെടുന്നത് രേഖശൂന്യ പേശി അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് അറിയും കേട്ടോ. നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. ഓക്കെ, നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. അപ്പൊ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ എന്താണ്? സ്മൂത്ത് മസിൽസ് ആണ്. വിസറൽ മസിൽസ് എന്ന് അറിയപ്പെടുന്നു. വിസറൽ ഓർഗൻസിൽ കാണുന്നത് കൊണ്ടാണ് അവരെ വിസറൽ മസിൽസ് എന്ന് അറിയപ്പെടുന്നത്. വിസറൽ ഓർഗൻസ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ആമാശയം, ചെറുകുടൽ, രക്തക്കുഴൽ, ഇതുപോലെയുള്ള വിസറൽ ഓർഗൻസിൽ കാണുന്നത് കൊണ്ട് അവരെ വിസറൽ മസിൽസ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ എന്താണ്? രേഖകൾ കാണുന്നില്ല, സ്ട്രയേഷൻസ് കാണാത്തത് കൊണ്ട് തന്നെ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് അറിയപ്പെടുന്നു. പിന്നെന്താണ്? സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ. അതാ ഈ ഒരു ഷേപ്പില്ലേ, ഇതാണ് ഇതെന്ന് പറയുന്നത് സ്പിൻഡിൽ ആകൃതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറേ വരകളില്ല. അനൈശ്ചിക ചലനം സാധ്യമാകുന്നു. അനൈശ്ചിക ചലനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് അല്ലെ. ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നടക്കുന്നത്? അല്ല. അപ്പൊ എന്താണ്? അനൈശ്ചികമായിട്ടുള്ള ചലനം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെയുള്ള നിയന്ത്രണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നില്ല. അത്തരത്തിലുള്ള ചലനങ്ങളാണ് ഇതെന്ന് പറയുന്നത് ഈ ആമാശയത്തിലും ചെറുകുടലിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തതാണ് ഹൃദയപേശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാർഡിയാക് മസിൽസ്. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കാർഡിയാക് മസിൽസ്, ഹൃദയപേശി എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന പേശികളാണ് ഹൃദയപേശികൾ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ എന്തുണ്ട്? കുറുകിയ വരകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ. കുറുകിയ വരകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ്? ഇതാ ബ്രാഞ്ചഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ഇതാ ഇങ്ങനെ കണ്ടില്ലേ, ശാഖകളായിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് എന്താണ്? ഇതുപോലെ ശാഖകളായിട്ടൊക്കെ എന്താണ്? പിരിഞ്ഞൊക്കെയാണ് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എന്താണ്? ശാഖകളായിട്ട് പിരിഞ്ഞ കോശങ്ങളായതുകൊണ്ട് തന്നെ ഇവയെ എന്തെന്നറിയപ്പെടുന്നു? ബ്രാഞ്ചഡ് സെൽസ് ആണ്. ഇവരോട്ടേക്ക് ബ്രാഞ്ചഡ് സെൽസ് പോലെയാണ് ഇവർ കാണപ്പെടുന്നത്. പിന്നെ ഇവരുടെ ഇടയിൽ ഒരു ബ്ലൂ കളറിലെ ഒരു വരകൾ കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്? ഇതെന്താണ്? രണ്ട് സെല്ലുകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ സെൽ ടു സെൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ഈ ഒരു ഇന്റർകലേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇന്റർകലേറ്റഡ് ഡിസ്ക് ഏത് പേശിയിൽ മാത്രമാണ് കാണുന്നത്? നമ്മുടെ ഹൃദയപേശിയിൽ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ ഹൃദയപേശിയുടെ മാത്രം സവിശേഷതയാണ് ഏത്
ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇന്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മറ്റുള്ളതിലൊന്നും തന്നെ നമ്മൾ ഈ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞില്ല. അതുപോലെ നമ്മുടെ ഹൃദയപേശി ഹൃദയത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ആ ഹൃദയം ഇടുപ്പൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണോ? അല്ല. അപ്പൊ അതെന്താണ്? അനൈച്ഛികമായിട്ടുള്ള ചലനമാണ് സാധ്യമാക്കുന്നത്. ഓക്കെ, അപ്പം ഹൃദയപേശിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയത്തിൽ കാണപ്പെടുന്നു, ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നു, കുറുകിയ വരകൾ കാണപ്പെടുന്നു, അതുപോലെ തന്നെ ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ്, ഇന്റർകലേറ്റഡ് ഡിസ്ക് കാണപ്പെടുന്നു എന്ന് പറഞ്ഞു, അനൈച്ഛിക ചലനമാണ് സാധ്യമാക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പലതരം പേശികളിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് പേശി ക്ലമം അല്ലെങ്കിൽ മസിൽ ഫെറ്റീഗ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്? നമ്മൾ കഠിനമായിട്ട് എന്തെങ്കിലും നമ്മൾ വിഗ്രസ് ആയിട്ട് എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെ, ഭയങ്കരമായിട്ട് കഠിനമായിട്ട് നമ്മൾ അധ്വാനിക്കും. എന്തൊക്കെയായിരിക്കും? ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, അല്ലെങ്കിൽ വിറക് വെട്ടുന്നു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓടുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആവശ്യത്തിന് എന്ത് കിട്ടില്ല? ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഓക്സിജൻ കിട്ടാതെ വരുമ്പോ നമ്മുടെ പേശികൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് അവായു ശ്വസനം വഴി നമ്മുടെ സെൽസ് ശ്വസിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ സാധാരണ എയറോബിക് റെസ്പിറേഷൻ ആണ് അല്ലെ, വായു ശ്വസനമാണ്. പക്ഷെ നമുക്ക് ഇത്തരത്തില് കഠിനമായിട്ട് നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട അളവിൽ ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ അവായു ശ്വസനം വഴി നമ്മൾ എന്ത് ചെയ്യും? എനർജി എടുക്കാൻ വേണ്ടി നോക്കും. ഓക്കെ, അനോറോബിക് റെസ്പിറേഷൻ. അപ്പൊ ഈ അനേറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വായു ശ്വസനം വഴി ഉണ്ടാകുന്നതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ലാക്ടിക് ആസിഡ്. ഓക്കെ, അപ്പോ ഇത്തരത്തില് ലാക്ടിക് ആസിഡ് ഉണ്ടാവുകയും നമ്മുടെ പേശികളിലും ഒക്കെ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു ലാക്ടിക് ആസിഡ് അടിഞ്ഞു കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ലാക്ടിക് ആസിഡ് അടിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ അസിഡിറ്റി കൂടും. നമ്മുടെ പേശികളിലും നമ്മുടെ ശരീരത്തിലുള്ള അസിഡിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ മസിൽ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറെ എൻസൈംസും രാസാഗ്നികളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ അസിഡിറ്റി കൂടുമ്പം ഈ മസിൽ കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രാസാഗ്നികളുടെ പ്രവർത്തനങ്ങളെ എല്ലാം എന്ത് ചെയ്യും? അങ്ങ് സ്ലോ ഡൗൺ ചെയ്യും. സ്ലോ ഡൗൺ ചെയ്യുമ്പം നമ്മുടെ മസിൽ ആക്ടിവിറ്റീസ് കോൺട്രാക്ഷൻ ഒക്കെ നല്ലോണം നടത്തുമോ? പേശി സങ്കോചനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. അപ്പോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കൈ ഒന്നും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനക്കാനോ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേശി ക്ലമം അല്ലെങ്കിൽ മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ? അല്ല, പെർമനന്റ് അല്ല, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യത്തിനുള്ള എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. ഓക്സിജൻ കിട്ടുകയും നമ്മൾ എന്ത് ചെയ്യും? എയറോബിക്കലി നമ്മൾ റെസ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ അടിഞ്ഞു കൂടിയ ലാക്ടിക് ആസിഡ് ഒക്കെ എന്ത് ചെയ്യും? പോവും അല്ലെ. നമ്മുടെ ഈ ലാക്ടിക് ആസിഡ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എൻസൈംസ് ഒക്കെ ആക്റ്റീവ് ആവുമ്പോൾ മസിൽ കോൺട്രാക്ഷൻ ഒക്കെ നടക്കും. മസിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പേശി പ്രവർത്തനങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പേശി ക്ലമം അല്ലെങ്കിൽ പേശി മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണെന്ന് വായിച്ചു നോക്കാം. അപ്പൊ ആ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പേശി ക്ലമം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ഏത് ആസിഡ് ആണ് നമ്മുടെ മസിൽസിലൊക്കെ അടിഞ്ഞു കൂടുന്നത് എന്ന് ചോദിച്ചാൽ ലാക്ടിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം. വിശ്രാമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ട അളവിൽ എന്ത് കിട്ടുന്നില്ല? ഓക്സിജൻ കിട്ടുന്നില്ല. ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ എന്തുണ്ടാവുന്നു? ലാക്ടിക് ആസിഡ് അടിഞ്ഞു കൂടുന്നു. അപ്പോൾ ഈ ലാക്ടിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് മൂലം നമ്മുടെ പേശി കോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികൾ എന്ന് പറയുമ്പോൾ എൻസൈംസിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് പേശി ക്ഷീണിക്കുകയും പേശി ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു കേട്ടോ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഈ ലാക്ടിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് വഴി നമ്മുടെ പേശി കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷീണിക്കുകയും എന്ത് ചെയ്യുന്നു? സങ്കോചിക്കാനുള്ള കഴിവ് പേശി കോശങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കേട്ടോ. താൽക്കാലികമായിട്ട് സങ്കോചിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയാണ് പേശി ക്ലമം അല്ലെങ്കിൽ മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. ഇനി വിശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലാക്ടിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുകയും പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാവുകയും മസിൽസ് കോൺട്രാക്ഷൻ സങ്കോചിക്കാനുള്ള കഴിവ് അവർക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മസിൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. പേശി ക്ലമം ബാധിക്കാത്ത പേശിയാണ് മിനുസ പേശി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഹൃദയമൊക്കെ എപ്പോഴും ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ചു നേരം പേശി ക്ലമം കുറച്ചു നേരം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റൂല. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി.
മിനുസ പേശികളൊക്കെ എന്താണ് നമ്മുടെ ആമാശയം, അതുപോലെ എന്താണ് ബ്ലഡ് വെസൽസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ മിനുസ പേശികൾ കാണുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ആമാശയം, ചെറുകുടൽ, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിലൊക്കെയാണ് നമ്മുടെ മിനുസ പേശികൾ കാണുന്നത്. അപ്പൊ എന്താണ് പേശിക്രമം ബാധിക്കാത്ത പേശി ഏതാണ്? നമ്മുടെ മിനുസ പേശിയാണ് കേട്ടോ, മിനുസ പേശി. ഇനി കൈകളുടെ പേശികളുടെ പ്രവർത്തനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 2 കണ്ടീഷനാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ നോക്കിയേ, നമ്മൾ കൈ മടക്കുമ്പോഴുള്ള ഒരു കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷൻ കൈ നിവർക്കുമ്പോഴുള്ള 2 കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നത്. അപ്പോ കൈ മടക്കുമ്പോഴും നോക്കുമ്പോഴും 2 പേശികളാണ് ഇവിടെ എന്താണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മടക്കൽ പേശിയും നിവർത്തൽ പേശിയും. ഓക്കെ, അപ്പൊ ഇവിടെ കൈ മടക്കാനും നോക്കാനും വേണ്ടി സഹായിക്കുന്ന 2 പേശികളുണ്ട്. ഏതൊക്കെയാണ്? മടക്കൽ പേശിയും ഉണ്ട്, നിവർത്തൽ പേശിയും ഉണ്ട് അല്ലെ. ഇംഗ്ലീഷില് മടക്കൽ പേശിനെ ഫ്ലെക്സർ മസിൽസ് എന്നും നിവർത്തൽ പേശിനെ എക്സ്റ്റെൻസർ മസിൽസ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മടക്കൽ പേശിനെ ഫ്ലെക്സർ മസിൽ എന്നും നിവർത്തൽ പേശിനെ എക്സ്റ്റെൻസർ മസിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കാം, നമ്മൾ കൈ മടക്കുമ്പോൾ ഉള്ള കണ്ടീഷനിൽ നമുക്ക് നോക്കാം. മടക്കുമ്പോ സങ്കോചിക്കുന്ന പേശി ഏതെന്ന് ചോദിച്ചാൽ മടക്കൽ പേശിയാണ് കേട്ടോ. അപ്പൊ മടക്കുമ്പോൾ മടക്കൽ പേശി എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിവർത്തുമ്പോൾ നിവർത്തൽ പേശിയായിരിക്കും സങ്കോചിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മടക്കൽ പേശിയാണ് എന്ത് ചെയ്യുന്നത്? സങ്കോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശി ഏതാണ്? നിവർത്തൽ പേശിയാണ് സങ്കോചിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക. അപ്പൊ കൈ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുന്നു, കൈ നിവർത്തുമ്പോൾ നിവർത്തൽ പേശിയാണ് സങ്കോചിക്കുന്നത്. അടുത്തത്, കൈ മടക്കുമ്പോൾ നമ്മുടെ നിവർത്തൽ പേശി എന്ത് ചെയ്യുന്നു? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണ്? നിവർത്തൽ പേശി അയയുന്നു. ഓക്കെ, കൈ മടക്കുമ്പോൾ നിവർത്തൽ പേശി അയയുന്നു, മടക്കൽ പേശി സങ്കോചിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ കണ്ടീഷൻ നോക്കിക്കേ, കൈ നിവർക്കുമ്പോൾ മടക്കൽ പേശി എന്ത് ചെയ്യുന്നു? അയയുന്നു, നിവർത്തൽ പേശി സങ്കോചിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മറന്നു പോകരുത്. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, അപ്പൊ മറ്റേ പോയിന്റ് നമുക്ക് കിട്ടും അല്ലെ. ഇത് ഓർത്തു വെക്കുക. കൈ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിക്കുന്നു, കൈ നിവർത്തുമ്പോൾ നിവർത്തൽ പേശി സങ്കോചിക്കുന്നു. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താണ് നിവർത്തൽ പേശി മടക്കൽ പേശിയുടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കൈ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന പേശി. അപ്പൊ നമുക്കറിയാം കൈ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന പേശി ഏതാണ്? മടക്കൽ പേശിയാണ്. കൈ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശി ഏതാണ്? നിവർത്തൽ പേശി. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ്, കൈ മടക്കുമ്പോൾ അയയുന്ന പേശി നിവർത്തൽ പേശിയും, കൈ നിവർത്തുമ്പോൾ അയയുന്ന പേശി മടക്കൽ പേശിയുമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേശികൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 2 എണ്ണവും എന്താണ്? 2 പേശികളുണ്ട്, പെയർ ആയിട്ട് കാണുന്നു. അവിടെ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ 2 ഓപ്പോസിറ്റ് ആക്ഷൻസ് ചേർന്നാണ് അവർ കൈ മടക്കൽ നിവർത്തൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത് അല്ലെ. നോക്കിക്കേ, പേശികൾ അസ്ഥികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനങ്ങൾ കൂടുതൽ പൂർണ്ണത കൈവരിക്കുന്നത്. കൈകളിലെ പേശികൾ ഒന്ന് സങ്കോചിക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യുന്നു? അയയുന്നു. അതാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലെ. ഇപ്പൊ മടക്കൽ പേശി സങ്കോചിക്കുമ്പോൾ അപ്പുറത്തെ നിവർത്തൽ പേശി എന്ത് ചെയ്യുന്നു? അയയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എക്സ്റ്റൻസർ മസിൽ അയയുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു? ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം കൈകളിലെ പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റത് എന്ത് ചെയ്യുന്നു? അഴിയുന്നു. അപ്പൊ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ്. അപ്പൊ ഇത്തരത്തില് പേശി ജോഡികളെയാണ് പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള പേശികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതിദ്വന്ദ്വി പേശികൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു പേശി എന്ത് ചെയ്യുന്നു? അയയുമ്പോൾ മറ്റൊന്ന് സങ്കോചിക്കുന്നു. അപ്പൊ ഒരു ജോഡിയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ജോഡിയായിട്ട് കാണപ്പെടുന്ന മസിൽസിനെയാണ് നമ്മൾ എന്തെന്ന്? പ്രതിദ്വന്ദ്വി പേശികൾ അല്ലെങ്കിൽ ആന്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. പ്രതിദ്വന്ദ്വി പേശികളുടെ പ്രവർത്തനമാണ് മിക്ക ശരീര ചലനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രതിദ്വന്ദ്വി പേശികൾക്ക് 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഫ്ലെക്സർ മസിലും എക്സ്റ്റൻസർ മസിലും എഴുതാം അല്ലെ. ഏതൊക്കെയാണ്? നമ്മുടെ അയക്കൽ നിവർത്തൽ പേശിയും അയൽ പേശിയും നമുക്ക് മടക്കൽ പേശിയും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശിയാണ് അല്ലെ. നമ്മുടെ ഹൃദയം എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്താണ്? വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് നമ്മുടെ ഹൃദയപേശി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി എന്താണ്? നമ്മുടെ കൺപോളയിലെ പേശിയാണ് അല്ലെ. കൺപോളയിലെ പേശിയാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി.
അപ്പൊ മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതായിരുന്നു? ഫെമർ ആണ് അല്ലെ, തുടയിലാണ്, ഫെമർ ആണ്. അപ്പൊ ഇത് മനുഷ്യരത്തിലെ ഏറ്റവും വലിയ പേശിയാണെങ്കിൽ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. എന്നാൽ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ് കേട്ടോ, സ്റ്റേപ്പിഡിയസ്. അപ്പൊ എന്താണ്, നമ്മുടെ മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണെങ്കിൽ സ്റ്റേപ്പീസും ഏറ്റവും ചെറിയ പേശിയാണെങ്കിൽ സ്റ്റേപ്പിഡിയസുമാണ്. ഓക്കെ, മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ്. ഓക്കെ, സാർട്ടോറിയസ് ആണ് ഏറ്റവും നീളമുള്ള, ലോങ്സ്റ്റ് മസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ബലിഷ്ഠമായിട്ടുള്ള പേശിയാണ് മാസെറ്റർ. എന്താണ്? മാസെറ്റർ ആണ് ഏറ്റവും ബലിഷ്ഠമായിട്ടുള്ള പേശി. പേശികൾ ഇല്ലാത്ത അവയവമാണ് ഏത്? ശ്വാസകോശം. നമുക്കറിയാം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പേശികൾ ഇല്ലാത്ത അവയവമാണ് ഏത്? ശ്വാസകോശം. ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദനയെ അറിയപ്പെടുന്ന പേരാണ് ആൻജിനോ പെക്ടോറിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ഏത്, അല്ലെങ്കിൽ ഹൃദയത്തിന് ഉണ്ടാകുന്ന വേദന, അതാണ് ഏതെന്ന് പറയുന്നത്? ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. മരണശേഷവും ശരീരപേശികൾ എന്താണ്, ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ. നമുക്കറിയാം മരിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പേശികൾ ചലിക്കൂല, ഭയങ്കര എന്താണ്, റിജിഡ് ആയിട്ട് പോകും അല്ലെ. ആ ഒരു റിജിഡ് ആവുന്ന അല്ലെങ്കിൽ ഭയങ്കര ചലിക്കാതെ ദൃഢമാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, മരണശേഷം പേശികൾ ചലിക്കാതെ എന്താണ്, ഭയങ്കര ദൃഢമാകുന്നു, റിജിഡ് ആവുന്ന ആ ഒരു കണ്ടീഷനാണ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വളവിനെയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെറ്റനി ബാധിക്കുന്നത് എന്താണ്? മസിൽസിനെയാണ് ടെറ്റനി ബാധിക്കുന്നത്. അപ്പൊ മസിൽസിനെ ബാധിക്കുന്നതാണ് ടെറ്റനി. അപ്പൊ എന്തുകൊണ്ടാണ്? രക്തത്തിന്റെ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന പേശികളിൽ ഉണ്ടാകുന്ന കോച്ചി വലിവിനെയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്. ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ അല്ലെ, ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ഒരു ടെറ്റനി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് മൂലമാണ് ഈ ഒരു ടെറ്റനി എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത്. അപ്പൊ ഏതാണ് ആ ഒരു കോസറ്റീവ് ഓർഗാനിസം ഏതെന്ന് ചോദിച്ചാൽ ക്ലോസ്ട്രീഡിയം ടെറ്റനി ആണ് കേട്ടോ. ക്ലോസ്ട്രീഡിയം ടെറ്റനി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മുറിവിലൂടെയാണ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. വായ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലോക്ക് ജോ അല്ലെ, ജോ അറിയാലോ. അപ്പോ നമ്മുടെ വായ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ലോക്ക് ജോ എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? ടെറ്റനസ് ആണ് കേട്ടോ, ടെറ്റനസ് ആണ്. അപ്പോ തിരിഞ്ഞു പോരുത്, രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞാൽ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ടെറ്റനി എന്ന് പറയുന്നത്. എന്നാൽ ശരീരത്തിലെ മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം. വായ് തുറക്കാൻ പാട് അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് പറയുന്നതൊക്കെ ടെറ്റനസ് ആണ് കേട്ടോ, ടെറ്റനസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പേശികളെ കുറിച്ച്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പേശി ചലനത്തിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞു, പഠനം മയോളജിയാണ്. അതുപോലെ തന്നെ 639 പേശികളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. കൈകളിലെ പ്രധാന പേശികൾ ഏതൊക്കെയായിരുന്നു? ബൈസെപ്സ്, ട്രൈസെപ്സ് ആണ്. പേശി തന്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പേശി തന്തുക്കളുടെ കൂട്ടം നമ്മൾ എന്താ, ഫാസിക്കിൾസ് എന്നാണ് പറഞ്ഞത് അല്ലെ. ആ പേശി തന്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ്? മയോ ഫിലമെന്റുകൾ കൊണ്ടാണ്. പ്രധാനപ്പെട്ട പ്രോട്ടീനുകളാണ് ആക്ടിൻ, ഫിലമിൻ പോലുള്ള പ്രധാന പ്രോട്ടീനുകൾ നമ്മുടെ പേശികളിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹീമോഗ്ലോബിനെ പോലെ നമ്മുടെ പേശികളിൽ കാണപ്പെടുന്ന ഒരു എന്താണ്, വർണ്ണവസ്തുവാണ് നമ്മുടെ ബയോഗ്ലോബിൻ എന്ന് പറഞ്ഞു. പിന്നെന്താണ്, ഒരു സങ്കോച യൂണിറ്റുകളെ പറഞ്ഞ പേരെന്താണ്? സാർക്കോമിയർ എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, പിന്നെന്താണ്, സ്റ്റീറോയിഡുകൾ എന്താണെന്ന് പറഞ്ഞു. പലതരം പേശികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പറഞ്ഞായിരുന്നു. പേശിക്ലമം എന്താണെന്ന് പറഞ്ഞു. ലാക്ടിക് ആസിഡ് ആണ് പേശിക്ലമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു ആസിഡ് ഏതാണ്? ലാക്ടിക് ആസിഡ് ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ആന്റഗോണിസ്റ്റിക് മസിൽസ്, പ്രതിദ്വന്ദ്വി പേശികൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പേശി വ്യവസ്ഥ എന്നൊരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്